അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, നമ്മളൊക്കെയും ജീവിതത്തിൽ ഏറെ ടെൻഷനുകൾ അനുഭവിക്കുന്നവരാണ്, വല്ലാത്ത വിഷമങ്ങൾ അനുഭവിക്കുന്നവരാണ്. പല തരത്തിലുള്ള ടെൻഷനാണ്. കമന്റ് സെക്ഷനുകൾ നോക്കിയാൽ കാണാം, പ്രിയപ്പെട്ടവരെ, കടം കൊണ്ട് ടെൻഷൻ അനുഭവിക്കുന്നവർ, അല്ലെങ്കിൽ പൈസ കിട്ടാനുള്ളത് കൊണ്ട് ടെൻഷൻ അനുഭവിക്കുന്നവർ, അതുപോലെ തന്നെ ജീവിതത്തിന്റെ പല തരത്തിലുള്ള വിവിധ തരത്തിലുള്ള മേഖലകളിൽ നിന്ന് ബിസിനസ്സുമായി ബന്ധപ്പെട്ട്, അല്ലാണ്ട് ഭർത്താവുമായി ബന്ധപ്പെട്ട്, കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട്, മക്കൾ കാരണമായിട്ട് പല തരത്തിലുള്ള ടെൻഷൻ. ഇനി എന്ത് തന്നെ ടെൻഷൻ ആയാലും ഈ പറയാൻ പോകുന്ന പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിക ദിക്ർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുർആനിലുണ്ട്, ആയത്തിലുണ്ട്, അതുപോലെ അത് ദിക്റുമാണ്. ഈ ദിക്ർ പരിപൂർണമായി ചൊല്ലിക്കഴിഞ്ഞാൽ, ഈ പറയുന്ന രൂപത്തിൽ ചെയ്തു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, നമുക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും അള്ളാഹു മതിയാവനാണ്. അള്ളാഹു തആല അത് ഖൈറായ രൂപത്തിൽ നമ്മെ സന്തോഷിപ്പിക്കും. അള്ളാഹു നമുക്ക് മതിയായവനാണ്. ഏത് വിഷമമുണ്ടെങ്കിലും, വേദനകളുണ്ടെങ്കിലും, ദുഃഖമുണ്ടെങ്കിലും, ദുരിതമുണ്ടെങ്കിലും പടച്ച തമ്പുരാൻ നമ്മളെ സഹായിക്കും. പ്രിയപ്പെട്ടവരെ, ഏതാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇമാം അബൂദാവൂദിന്റെ സുനനിലെ ഹദീസ് നമുക്ക് കാണാം. പ്രിയപ്പെട്ടവരെ, ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. പരിശുദ്ധമായ സൂറത്തു തൗബയുടെ ഏറ്റവും അവസാനത്തെ ആയത്താണ്. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം 7 മറാത്ത്, 7 പ്രാവശ്യം ആരെങ്കിലും പാരായണം ചെയ്തു കഴിഞ്ഞാൽ കഫാഹുല്ലാഹു, അവൻ അല്ലാഹു മതിയായവനാണ്. മാ അഹമ്മഹു മിൻ ഉമൂരി ദുനിയാ വൽ ആഖിറ, ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും മുഴുവൻ വിഷമങ്ങളിൽ നിന്നും, ടെൻഷനുകളിൽ നിന്നും, വേദനകളിൽ നിന്നും, ഹമ്മിൽ നിന്നും എല്ലാം അള്ളാഹു മതിയായവനാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അത് മാറ്റിക്കൊടുക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല അത് ഏറ്റെടുക്കും. എന്താണെങ്കിലും ഖൈർ അള്ളാഹുവോടെ എത്തിക്കും. അപ്പോ ഈ പറയപ്പെട്ട ദിക്ർ 7 പ്രാവശ്യം എല്ലാ ദിവസവും മുടങ്ങാതെ നമുക്ക് ചൊല്ലാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് വളരെ വലിയ പുണ്യമാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ വളരെ വലിയ സന്തോഷം നമുക്ക് ലഭിക്കും. എത്ര വലിയ ടെൻഷൻ ആണെങ്കിലും അള്ളാഹു തആല മാറ്റിത്തരും. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുഭവമുള്ളതാണ്. അതുകൊണ്ട് തന്നെ പഠിപ്പിച്ചവരാണ് ഈ ഹദീസിനെ മുൻനിർത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചെന്ന കാര്യമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ജീവിതത്തിൽ പഠിക്കാനും പ്രാവർത്തികമാക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇന്ന് എന്തൊക്കെ വിഷമങ്ങളാണ് പ്രിയപ്പെട്ടവരെ. ഇന്ന് ദുനിയാവിൽ വിഷമവും വേദനയും അനുഭവിക്കാത്തവർ ആരാൻ? ദുഃഖങ്ങൾ അനുഭവിക്കാത്തവർ ആരാൻ? അപ്പോ എന്ത് വലിയ വിഷമമുണ്ടെങ്കിലും പടച്ച തമ്പുരാനോട് പറഞ്ഞാൽ അള്ളാഹു മാറ്റിത്തരും. കാരണം അള്ളാഹു അല്ലേ ആ വിഷമം നമുക്ക് തന്നത്, ആ വേദന നമുക്ക് തന്നത്. മക്കളെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് റബ്ബ് തന്നതല്ലേ. അതുപോലെ തന്നെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ, ഭർത്താവിനെ കൊണ്ടൊരു ഭാര്യ അനുഭവിക്കുന്ന വിഷമം, ഭാര്യയെ കൊണ്ട് ഭർത്താവ് അനുഭവിക്കുന്ന വിഷമം, അതുപോലെ തന്നെ സഹോദരങ്ങളെ കൊണ്ട്, കൂടപ്പിറപ്പുകളെ കൊണ്ട് അനുഭവിക്കപ്പെടുന്ന വിഷമങ്ങൾ, അങ്ങനെയുള്ള വിഷമങ്ങളൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിത്തരും. പ്രിയപ്പെട്ടവരെ, ഇനി ആഖിറത്തിലാകട്ടെ, ആഖിറത്തിലും വളരെയധികം വിഷമിക്കുന്ന സമയത്ത് വിയർപ്പിൽ മുങ്ങി നിൽക്കുന്ന സാഹചര്യം ആഖിറത്തിലുണ്ട്. നമുക്കറിയാം മഹ്ശറ വൻസരയുടെ അവസ്ഥകൾ നമുക്കറിയാം. വിശദീകരിച്ചവരാണ്, പഠിച്ചിട്ടുള്ളവരാണ്, മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. ഈ മഹ്ശറ വൻസഭയിൽ വിയർപ്പിൽ മുങ്ങി നിൽക്കുന്ന വിഷമത്തിന്റെ ഘട്ടത്തിൽ അള്ളാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കും. പടച്ച റബ്ബ് നമ്മെ സഹായിക്കും. അള്ളാഹു നമുക്ക് അവിടെയും മതിയായവനാണ്. മഅഹമ്മഹുമിൻ ഉമൂരി ദുനിയാ വൽ ആഖിറ, ദുനിയാവിലെ മാത്രം കാര്യമല്ല, ആഖിറത്തിലെ ഈ മുഴുവൻ കാര്യങ്ങൾ പടച്ച തമ്പുരാൻ ഏറ്റെടുത്തിരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പലരും പ്രിയപ്പെട്ടവരെ ദുആ കൊണ്ട് വസിയ്യത്ത് നൽകുന്നുണ്ട്. പലരുടെയും വേദനകളും വിഷമങ്ങളും ഈ കമന്റ് സെക്ഷൻ നോക്കിയാൽ നമുക്കറിയാം. ഒരുപാട് വേദനകളാണ്. അള്ളാഹു ആ വേദനകളൊക്കെ മാറ്റിക്കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ എന്താണോ വിഷമം അനുഭവിക്കുന്നത്, ആ വിഷമം പടച്ച തമ്പുരാൻ മാറ്റിക്കൊടുത്ത് സന്തോഷിപ്പിക്കുമാറാകട്ടെ. എന്താണോ ജീവിതത്തിൽ ഖൈറുള്ളത് അത് അള്ളാഹു കൊടുത്ത് സന്തോഷിപ്പിക്കുമാറാകട്ടെ. എപ്പോഴും ദുആ ചെയ്യണം പ്രിയപ്പെട്ടവരെ. ടെൻഷനുകളിൽ നിന്നൊക്കെ എപ്പോഴും മാറി നിൽക്കാൻ ഈ ദിക്ർ പറയുന്നതോടൊപ്പം തന്നെ ആത്മാർത്ഥമായിട്ട് അകമഴിഞ്ഞുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യണം. അല്ലാഹ്, എനിക്ക് ചോദിക്കാൻ നീ അല്ലാതെ മറ്റാരുമില്ല പടച്ചവനെ. അതുകൊണ്ട് തന്നെ നീ എന്റെ വിഷമങ്ങളും വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികൾക്കുമുള്ള പരിഹാരം നൽകണേ അല്ലാഹ് എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഒരു ദുആ നമുക്ക് വേണം പ്രിയപ്പെട്ടവരെ. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അതില്ലാതെ
അങ്ങനെ ഒരു ഈമാൻ നമ്മുടെ ഹൃദയാന്തരങ്ങളിലേക്ക് കൊണ്ടുവരണം. എന്റെയും നിങ്ങളുടെയും മനസ്സിലേക്ക് എല്ലാം റബ്ബായി മാറണം. ഇത് തന്നത് എന്റെ അള്ളയാണെന്നുള്ള ഏറ്റവും വലിയ ഒരു ചിന്ത ഉണ്ടാകാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ഒരു ചിന്ത വരുമ്പോ പിന്നെ എത്ര വലിയ വേദന വന്നാലും എന്റെ റബ്ബനിക്കുണ്ട് എന്നുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള ചിന്ത അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. അള്ളാഹു അങ്ങനെയുള്ള ഒരു ചിന്ത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.